ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി നാളായി പ്ലസ് ടു വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമായിരുന്നു. നമ്മുടെ പ്ലസ് വൺ പേപ്പർ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ റിസൾട്ട് വന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന റിവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇതാ. റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ദ റിവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടിനി റിസൾട്ട് ഓഫ് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ സെപ്റ്റംബർ 2023 ആർ പബ്ലിഷ്ഡ് ഹിയർ വിത്ത് എന്ന് പറഞ്ഞ സർക്കുലർ വന്നിട്ടുണ്ട്. അതായത് ഇംപ്രൂവ്മെൻറ്റിന് നമ്മൾ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ദ പ്രിൻസിപ്പൽ ഷാൾ റീഫണ്ട് ദ revaluation fee to the candidate who secured 10% or more score in the revaluation from the revaluation fee which is already collected and deposited in the PD account of the schools. The list of students eligible for refund is enclosed herewith. The remaining amount toward the revaluation fee in the PD account shall be remitted in the head of account എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൽ നമുക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത്, റിവാലുവേഷൻ ചെയ്തപ്പോൾ ആ ഓൾറെഡി കിട്ടിയ മാർക്കിൻ്റെ 10% കൂടുതൽ, 10% അതിൽ കൂടുതലോ മാർക്ക് റിവാലുവേഷനിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന 500 രൂപ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് കോൺടാക്ട് ചെയ്താൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കൊടുക്കണമെന്നാണ് പ്രിൻസിപ്പൽമാരോട് പറയുന്നത്. ഉദാഹരണം, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൽ 30 മാർക്കാണ് കിട്ടിയത്. നിങ്ങളതിൽ തൃപ്തരല്ലാത്തത് കൊണ്ട് അതിൽ കൂടുതൽ കിട്ടാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കിട്ടാൻ അർഹതയുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ റീവാലുവേഷന് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 35 മാർക്ക് കിട്ടി അല്ലെങ്കിൽ 34 മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടാൻ അർഹതയുണ്ട്. അതായത് 30 മാർക്കാണ് ആദ്യം കിട്ടിയിരുന്നത്, അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ്. അപ്പോൾ ഇപ്പോൾ 3 അതിൽ കൂടുതലോ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള അർഹതയുണ്ട്. അത് നിങ്ങൾ പ്രിൻസിപ്പലിനോട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ സ്കൂളിൽ നിന്ന് അറിയിക്കുമെങ്കിലും നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും റീവാലുവേഷനിലൂടെ മാർക്ക് ഇമ്പ്രൂവ് ആയവർക്ക്, അതുപോലെ സ്ക്രൂട്ടിനിയിലൂടെ ഇമ്പ്രൂവ് ആയവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക.